ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ NMMS സാറ്റ് കെമിസ്ട്രിയിലെ ഫ്യൂവൽസ് അഥവാ ഇന്ധനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എന്താ വരുന്നത്? പെട്രോൾ, ഡീസലൊക്കെയാണല്ലേ. ഈ ഫ്യൂവൽസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനങ്ങൾ ഓടാനായിട്ടാണ് നമ്മൾ ഈ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ പെട്രോൾ, ഡീസൽ ഇവ കത്തുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ഈ ഹീറ്റ് എനർജി കൊടുക്കുമ്പോഴാണ് വാഹനങ്ങൾ നീങ്ങുന്നത്. അപ്പം നമുക്ക് എന്താണ് ഫ്യൂവൽസ് എന്ന് നോക്കിയാലോ. Fuels are substances used for producing heat energy. It is an important source of energy. When they burn, release large amount of energy. എങ്ങനെയാണ്? ജ്വലനഫലമായി താപോർജം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. എനർജി പുറത്തുവിടുന്നത് കൊണ്ടാണ് വാഹനങ്ങൾ ഓടുന്നത്. ഇനി നമുക്ക് ഫ്യൂവൽസിനെ പ്രൈമറി ഫ്യൂവൽസ്, സെക്കൻഡറി ഫ്യൂവൽസ് എന്നുണ്ട്. ഇനി നമുക്ക് എന്താ പ്രൈമറി ഫ്യൂവൽസ്, സെക്കൻഡറി ഫ്യൂവൽസ് എന്ന് നോക്കിയാലോ. ഇപ്പം ഈ കൽക്കരി, വിറക്, പെട്രോളിയം തുടങ്ങിയവയൊക്കെ ചൂടാകുന്നത് നേരിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ പ്രൈമറി ഇന്ധനങ്ങൾ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ദേ ആർ ഫൗണ്ട് ഇൻ നേച്ചർ ആൻഡ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ്, ക്യാപ്ചർഡ്, ക്ലീൻഡ് വിതൗട്ട് എനി സോർട്ട് ഓഫ് എനർജി കൺവേർഷൻ പ്രോസസ്സ്. നമുക്കതിനെ വേറൊന്നിലേക്ക് മാറ്റേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കത്തിക്കാൻ സാധിക്കും. കോള്, വുഡ്, പെട്രോള് ഇവയെല്ലാം പ്രൈമറി ഫ്യൂവൽസിന് എക്സാമ്പിളാണ്. ഇനി സെക്കൻഡറി ഫ്യൂവൽസ് എന്താണെന്ന് നോക്കിയാലോ. പ്രൈമറി ഫ്യൂവൽസിൽ നിന്നും ഉണ്ടാകുന്ന ഇന്ധനങ്ങളാണ് സെക്കൻഡറി ഫ്യൂവൽസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? സെക്കൻഡറി ഫ്യൂവൽസ് ആർ ഫ്യൂവൽസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം സം പ്രൈമറി ഫ്യൂവൽസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോൾ ഗ്യാസ്, വാട്ടർ ഗ്യാസ് ഇവയെല്ലാം സെക്കൻഡറി ഫ്യൂവൽസിന് എക്സാമ്പിളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഫ്യൂവൽസ്. ഒരു മാതൃകാ ഇന്ധനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ കലോറിഫിക് വാല്യൂ, ഉയർന്ന കലോറിക മൂല്യം ആയിരിക്കണം എന്ന്. എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ? 1 കിലോഗ്രാം ഇന്ധനം എടുത്ത് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ മെഷർ ചെയ്യുന്നത് കലോറിഫിക് വാല്യൂ എന്ന ടേം ഉപയോഗിച്ചാണ്. ഓക്കെ. നെക്സ്റ്റ്, സ്യൂട്ടബിൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ, അതായത് അനുയോജ്യമായ ജ്വലനോഷ്മാവായിരിക്കണം എന്ന്. എന്താണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഒരാൾ കത്താൻ വേണ്ട മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പേപ്പർ നമ്മൾ കത്തിക്കാൻ കുറച്ച് എനർജി അല്ലേ ആവശ്യമുള്ളൂ. എന്നാൽ ഒരു പച്ച വിറക് കത്തിക്കാനോ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണല്ലേ. അപ്പം എന്താണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്നാൽ? ഒരു വസ്തു കത്താൻ ആവശ്യമായ മിനിമം എനർജിയാണ് നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ പെട്ടെന്ന് കത്തും. ഇഗ്നിഷൻ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലോ കൂടുതൽ ടൈം എടുത്തിട്ടാണ് അല്ലേ കത്തുന്നത്. ഈസി ടു സ്റ്റോർ, നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഈസി ആയിരിക്കണം. Their burning should produce no unwanted byproducts. അതായത് കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷാംശമുള്ള പദാർത്ഥങ്ങളുടെ അളവ് കുറവായിരിക്കണം. They are cheap, അതായത് വില കുറവായിരിക്കണം. ഈസിലി അവൈലബിൾ, സുലഭമായിരിക്കുക. പിന്നെ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഈസിലി, അതായത് സംഭരണ വിതരണ സൗകര്യം ഉള്ളതായിരിക്കണം. കമ്പഷൻ ക്യാൻ ബി കൺട്രോൾഡ്. ഇതെല്ലാമാണ് ഒരു ഐഡിയൽ ഫ്യൂവൽസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് നോക്കിയാലോ. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാകുന്ന ഇന്ധനം 1-2 ദിവസങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രോസസ് അല്ല. അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെ എല്ലാം വേസ്റ്റ് ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഈ ഇന്ധനം ഖനനം ചെയ്തെടുക്കുന്നത്. ഈ വായുവിന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇന്ധനങ്ങളായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ഫോസിൽ ഫ്യൂവൽസ്. എന്താണ് ഫോസിൽ ഫ്യൂവൽസ്? പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും എല്ലാം വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടാകുന്ന ഇന്ധനമാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഇത് 1-2 ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നതാണോ? അല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും എല്ലാം വേസ്റ്റ് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകുന്നത്. ഈ ഇന്ധനത്തെ നമ്മൾ ഖനനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വായുവിന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്നതാണ്. എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്? Fossil fuels are formed by the transformation of animals and plants buried in the earth millions of years ago in the absence of air
അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഏത് ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം ഫോസിൽ ഫ്യൂൽസിന് എക്സാമ്പിൾ ആണ്. ഈ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിർമ്മിക്കാൻ സാധിക്കില്ല. വീണ്ടും നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് വഴി ഡിക്കമ്പോസ് ചെയ്തിട്ടാണ് ഈ ഫ്യൂൽസിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ സോഴ്സസ് ആണ്. നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾ ആണ് ഈ ഫോസിൽ ഫ്യൂൽ എന്ന് പറയുന്നത്. പക്ഷേ സോളാർ എനർജി, വിൻഡ് എനർജി ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ആണ്, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫോസിൽ ഫ്യൂൽസിനെ നമുക്ക് വീണ്ടും വീണ്ടും ഖനനം ചെയ്തെടുത്താലേ ഉള്ളൂ ഫോസിൽ ഫ്യൂൽസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ എക്സ്പെൻസീവ് ആയിരിക്കും, ചെലവ് കൂടുതലായിരിക്കും ഈ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽ വേസ്റ്റും പ്ലാന്റ് വേസ്റ്റ് എല്ലാം ഡിക്കമ്പോസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂൽസ് ആക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസിൽ അടങ്ങിയിട്ടുള്ള മേജർ കമ്പോണന്റ് എന്താണ്? മീഥെയിൻ ആണല്ലേ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രോജൻ സൾഫൈഡ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ ഹൈഡ്രോജൻ സൾഫൈഡ് എന്ന് പറയുന്നത് എന്താണ്? ചീഞ്ഞ മുട്ട, അതായത് റോട്ടൻ എഗ് സ്മെല്ലാണ് ഈ ഹൈഡ്രോജൻ സൾഫൈഡിനുള്ളത്. ഈ 4 ഗ്യാസും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഫ്യൂലാണ് ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്യൂൽ നോക്കാം. ബയോമാസ്. ബയോമാസ് എന്ന് പറയുന്നത് എന്താണ്? സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വേസ്റ്റ് ആണ് ഈ ബയോമാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫയർവുഡ്, ഡ്രൈ ലീവ്സ്, കൗഡങ് കേക്ക് ഇതെല്ലാം ബയോമാസിന് എക്സാമ്പിൾ. അടുത്തയാളാണ് പെട്രോളിയം. ഈ പെട്രോളിയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഫ്യൂൽ ആണ്. ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട് ആണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പൈൻ ഇതെല്ലാം ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിൾ ആണ്. ഈ പെട്രോളിയത്തെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം നടത്തിയാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, നാഫ്ത, ഡീസൽ, പാരഫിൻ വാക്സ്, ഫ്യൂൽ ഓയിൽ, കെറോസിൻ, ലുബ്രിക്കേഷൻ ഓയിൽ ഇവയെല്ലാം കിട്ടും. അപ്പൊ എന്താണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം ഒരു ബീക്കറിൽ ഫ്യൂൽ എടുക്കുവാണ്, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ നീരാവി ഉണ്ടാവൂലേ, ഈ നീരാവി തണുത്ത് ലിക്വിഡ് ആയിട്ട് മാറി നമ്മൾ വേറൊരു ബീക്കറിൽ ശേഖരിക്കുവാണ്. അങ്ങനെയാണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്? ഇഫ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് കമ്പോണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസസ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് ടു ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ദം. അതായത് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലയിൽ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ നമ്മൾ വേർതിരിക്കാൻ അംശിക സ്വേദന എന്ന മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പെട്രോളിയത്തിൽ നിന്ന് ഈ പെട്രോളിയം ഫ്യൂവലിനെയും അതുപോലെ തന്നെ നാഫ്ത, പാരഫിൻ വാക്സ്, ഫ്യൂൽ ഓയിൽ, കെറോസിൻ, ലുബ്രിക്കേഷൻ ഓയിൽ ഇവയെല്ലാം നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. നെക്സ്റ്റ് ഫ്യൂൽ ആണ് കോൾ അഥവാ കൽക്കരി. എന്താണ്? കോൾ ഈസ് ദി മേജർ പാർട്ട് ഓഫ് ദി ഫോസിൽ ഫ്യൂൽസ് അവൈലബിൾ ഓൺ എർത്ത്. കാർബൺ ഈസ് ദി മെയിൻ കണ്ടന്റ് ഓഫ് കോൾ. അതായത് കോളിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. ഈ കാർബണിന്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൽക്കരിയെ നമ്മൾ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റ്മിനസ് കോൾ, ലിഗ്നൈറ്റ്, പീറ്റ്. ഈ ആന്ത്രസൈറ്റില് 99% കാർബൺ കണ്ടന്റ് ഉണ്ട്, ബിറ്റ്മിനസ് കോളില് 83% കാർബണ്, ലിഗ്നൈറ്റില് 70% കാർബൺ കണ്ടന്റും, പീറ്റിലാണ് ഏറ്റവും കുറവ് കാർബൺ കണ്ടന്റ് ഉള്ളത്. അതായത് 30 to 40% കാർബൺ കണ്ടന്റ് ആണ് പീറ്റിലുള്ളത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ബിറ്റ്മിനസ് കോൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ കൽക്കരിയെ ചൂടാക്കി സ്വേദനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കോക്ക്, കോൾ ഗ്യാസ്, കോൾട്ടാർ. എങ്ങനെയാണ്? when coal is distilled in the absence of air, the substances coal tar, coal gas, coke and ammonia are obtained. ഇവയെല്ലാം നമ്മൾ കോളിനെ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനിയാണെങ്കിൽ എന്താണ് കോൾ ഗ്യാസ്? ഈ കോൾ ഗ്യാസിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്?
ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ മോണോക്സൈഡ് ആർ ദി മെയിൻ കമ്പണൻസ് ഓഫ് കോൾ ഗ്യാസ്. ഈ മീഥെയ്ൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഹൈഡ്രോ കാർബൺ ആണല്ലേ. അപ്പം കോൾ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ മോണോക്സൈഡ് ആർ ദി മെയിൻ കമ്പണൻസ് ഓഫ് കോൾ ഗ്യാസ്. ഈ പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? പെട്രോളിയത്തെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയായിരുന്നു പെട്രോളിയം ഗ്യാസ് ഉണ്ടായിരുന്നത്. പെട്രോളിയം ഗ്യാസിന്റെ പ്രധാന കമ്പോണൻസ് ഏതൊക്കെയാണ്? ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ ആർ ദി മെയിൻ കമ്പോണൻസ് ഓഫ് പെട്രോളിയം ഗ്യാസ്. ഈ ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ ഇവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇവയെല്ലാം ഹൈഡ്രോ കാർബൺസുകളാണ് അല്ലേ. അതായത് ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ഗ്യാസിന്റെ പ്രധാന കമ്പോണന്റ് എന്താണ്? മീഥെയ്ൻ ആണ്. മീഥെയ്ൻ ഈസ് ദി മെയിൻ കമ്പോണന്റ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഇനി ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്താണെന്ന് നോക്കാം. ഈ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ആണ് ന്യൂക്ലിയർ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ന്യൂക്ലിയർ ഫ്യൂവൽസ്? യുറേനിയം, പ്ലൂട്ടോണിയം, തോറിയം ഇവയെല്ലാം ന്യൂക്ലിയർ ഫ്യൂവൽസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു പെട്രോളിയം എന്ന് പറയുന്നത് എന്തായിരുന്നു? പെട്രോളിയം ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണെന്ന് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഇനി നമ്മൾ ന്യൂക്ലിയസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോസസ്സാണ് നോക്കുന്നത്. ഒരാറ്റത്തിലെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ന്യൂക്ലിയസുകളായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ. എങ്ങനെയാണ്? ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്മോളർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ആ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് ഹെവി ന്യൂക്ലിയസ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ആറ്റം സ്പ്ലിറ്റ്സ് അപ്പ് ഇൻ സ്മോളർ ന്യൂക്ലിയർ വെൻ ബോംബാർഡഡ് വിത്ത് ലോ എനർജി ന്യൂട്രോൺസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. എങ്ങനെയാണ്? വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നതാണ് അല്ലേ കണ്ടത്? ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് 2 ന്യൂക്ലിയ ഓഫ് ലൈറ്റ് എലമെന്റ് കമ്പൈൻ ടു ഫോം എ ഹെവി ന്യൂക്ലിയസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതായത് ഭാരം കുറഞ്ഞ മൂലകങ്ങളുടെ 2 ന്യൂക്ലിയസുകൾ സംയോജിപ്പിച്ച് ഭാരം കൂടിയ മൂലകങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഗ്യാസ് ഓഫ് LPG ഈസ്, അതായത് LPGയുടെ പ്രധാന വാതകം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതായിരുന്നു? ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേൻ ആണ് LPGയിലെ മെയിൻ ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 കിലോഗ്രാം ഓഫ് ഫ്യൂൽ ഈസ് കോൾഡ്. എന്താണ്? 1 കിലോഗ്രാം ഇന്ധനത്തിന്റെ പൂർണ്ണമായ ജ്വലനം വഴി സ്വതന്ത്രമാക്കുന്ന താപത്തിന്റെ അളവ് ഏതാണ്? ഓപ്ഷൻസ്: കലോറിക് മൂല്യം, കലോറിഫിക് വാല്യൂ, ഇഗ്നിഷൻ ടെമ്പറേച്ചർ, കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ്, നൺ ഓഫ് ദീസ്. ഏതാണ് നമ്മുടെ ആൻസർ? കലോറിഫിക് വാല്യൂ ആണ്. എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്? 1 കിലോഗ്രാം ഇന്ധനം എടുത്താൽ അതിനെ ഹീറ്റ് ചെയ്താൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എനർജിയെ മെഷർ ചെയ്യുന്നത് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന ടേം ഉപയോഗിച്ചാണ്. എങ്ങനെയാണ്? 1 കിലോഗ്രാം ഇന്ധനം എടുത്തതിനെ ഹീറ്റ് ചെയ്താൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എനർജിയെ മെഷർ ചെയ്യുന്നത് കലോറിഫിക് വാല്യൂ എന്ന ടേം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ആൻസർ കലോറിഫിക് വാല്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം ടെമ്പറേച്ചർ ആസ് വിച്ച് എ സബ്സ്റ്റൻസ് വിൽ അണ്ടർഗോ സ്പോണ്ടേനിയസ് കമ്പഷൻ ഈസ് കോൾഡ്. എന്താണ്? ഒരു പദാർത്ഥം ജ്വലനത്തിന് വിധേയമാകുന്ന ഏറ്റവും കുറഞ്ഞ താപനില ഏതാണെന്നാണ് ചോദിച്ചത്. ഏതായിരുന്നു? ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആണല്ലേ. എന്തായിരുന്നു ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്?
ഒരാൾ കത്താൻ വേണ്ട മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് എനർജി അല്ലേ ആവശ്യമുള്ളൂ. പക്ഷെ ഒരു പച്ച വിറക് കത്തിക്കാൻ ആവശ്യമായ എനർജി എത്രയാണ്? കൂടുതലാണല്ലേ. ഒരു പച്ച വിറക് കത്താൻ ആവശ്യമായ എനർജി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു കത്താൻ ആവശ്യമായ മിനിമം എനർജിയാണ് നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ പെട്ടെന്ന് കത്തും അല്ലേ. ഇഗ്നിഷൻ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലോ കൂടുതൽ ടൈം എടുത്തിട്ടായിരിക്കും കത്തുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എ ബയോഗ്യാസ് ഈസ്. എന്തായിരുന്നു ബയോഗ്യാസിന്റെ പ്രധാന ഘടകം? ഏതായിരുന്നു? മീഥൈൻ ആണ് അല്ലേ. ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥൈൻ ആണ്. അതുപോലെ വേറെ ഉണ്ടായിരുന്നല്ലോ ബയോഗ്യാസിൽ. ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഇവയെല്ലാം ബയോഗ്യാസിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. പ്രധാനപ്പെട്ടത് മീഥൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ സെക്കൻഡറി ഫ്യൂവൽ. ഏതാണ്? നമുക്ക് ഓപ്ഷനിൽ കോൾ, ഫയർവുഡ്, പെട്രോളിയം, വാട്ടർ ഗ്യാസ്. ഇവയെല്ലാം എന്താണ്? കോള്, ഫയർവുഡ്, പെട്രോളിയം ഇവയെല്ലാം പ്രൈമറി ഫ്യൂവൽസ് ആണ്. സെക്കൻഡറി ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫ്യൂവൽ ആണ്. ഓക്കെ. വിച്ച് വൺ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ ഫോം ഓഫ് കോൾ? ഏതാണ്? കൽക്കരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന രൂപം ഏതായിരുന്നു? ബിറ്റ്മിനസ് കോൾ ആണല്ലേ. നമ്മുടെ ആൻസർ ബിറ്റ്മിനസ് കോൾ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാനാവാത്ത ഊർജ്ജ സ്രോതസ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ഫോസിൽ ഫ്യൂൽസ് ആണല്ലേ. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിർമ്മിക്കാൻ സാധിക്കില്ല. അത് വീണ്ടും മില്യൺസ് ഓഫ് ഇയേഴ്സ് വഴി ഡിക്കമ്പോസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഏതാണത്? ഫോസിൽ ഫ്യൂൽസ് ആണ്. ഫോസിൽ ഫ്യൂൽസ് ആണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ കോൾ ഈസ് ഡിസ്റ്റിൽഡ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ ഡാഷ് ഒബ്റ്റൈൻ. എന്താണ്? വായുവിന്റെ അഭാവത്തിൽ കൽക്കരിയെ സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്തായിരുന്നു? കോക്കാണല്ലേ. കോക്കാണ് വായുവിന്റെ അഭാവത്തിൽ കൽക്കരിയെ സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഓക്കെ. ഇൻ ഇൻഡസ്ട്രീസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് മോർ ബെറ്റർ ആസ് കോൾ. എന്താണ്? വ്യവസായങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് കൽക്കരിയായി ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻസ് ഫ്യൂവൽ ഓയിൽ, ഡീസൽ ഓയിൽ, കെരോസിൻ, പാരഫിൻ വാക്സ്. ഏതാണ്? ഫ്യൂവൽ ഓയിൽ ആണ് നമ്മൾ കൽക്കരിയായിട്ട് ഉപയോഗിക്കുന്നത് വ്യവസായങ്ങളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ മിക്സർ ഓഫ് ഹൈഡ്രജൻ, മീഥൈൻ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഏതാണ്? ഹൈഡ്രജൻ, മീഥൈൻ, കാർബൺ മോണോക്സൈഡ് ആർ ദി മെയിൻ കമ്പോണന്റ് ഓഫ് കോൾ ഗ്യാസ്. കോൾ ഗ്യാസിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഏതൊക്കെ? ഹൈഡ്രജൻ, മീഥൈൻ, കാർബൺ മോണോക്സൈഡ് ഇവയെല്ലാം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? കോൾ ഗ്യാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എലമെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. അതായത് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു മൂലകം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം. ഏതായിരുന്നു? ഹൈഡ്രജൻ ആണ് ആൻസർ. ഹൈഡ്രജൻ ആണ് നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന മൂലകം എന്ന് പറയുന്നത്. വാട്ടർ ഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് ഡാഷ് ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഏതൊക്കെയായിരുന്നു വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്? ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും തമ്മിലുള്ള മിക്സ്ചർ ആണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് വെരി ലെസ് കാർബൺ കണ്ടന്റ്. അതായത് താഴെ പറയുന്നവയിൽ കാർബണിന്റെ അളവ് വളരെ കുറവ് ഏതിനാണെന്നാണ് ചോദിച്ചത്. എന്തായിരുന്നു? കൽക്കരി നമ്മൾ കാർബണിന്റെ അളവിനെ അടിസ്ഥാനപ്പെടുത്തി എത്രയായിട്ടായിരുന്നു തിരിച്ചത്? 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ആന്ത്രസൈറ്റ്, ബിറ്റ്മിനസ് കോൾ, ലിഗ്നൈറ്റ് ആൻഡ് പീറ്റ്. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്? കോക്ക്, ബിറ്റ്മിനസ് കോൾ, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്. നമ്മുടെ ആൻസർ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ആന്ത്രസൈറ്റിൽ എത്ര പെർസെന്റേജ് കാർബൺ കണ്ടന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 99% കാർബൺ കണ്ടന്റ് ആയിരുന്നു. ബിറ്റ്മിനസ് കോളിലോ 83%. ലിഗ്നൈറ്റില് 70% ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്യൂവൽ വിച്ച് ഈസ് പ്രിപ്പയർഡ് ആർട്ടിഫിഷ്യലി. അതായത് കൃത്രിമമായി തയ്യാറാക്കുന്ന ഇന്ധനം ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് കോൾ, നാച്ചുറൽ ഗ്യാസ്, വാട്ടർ ഗ്യാസ്, ടിയർ ഗ്യാസ്. നമ്മുടെ ആൻസർ ഏതാണ്? വാട്ടർ ഗ്യാസ് ആണ്. വാട്ടർ ഗ്യാസ് ആണ് നമ്മൾ കൃത്രിമമായിട്ട് തയ്യാറാക്കുന്ന ഇന്ധനം. വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡറി ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണല്ലേ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്